നമ്മൾ ഓഡിറ്റർ ഏത് സ്റ്റേജിലാണ് ഐഡന്റിഫൈ ചെയ്യുക? ഓഡിറ്റിന്റെ പ്ലാനിങ് സ്റ്റേജിലാണ് ഐഡന്റിഫൈ ചെയ്യുക, മനസ്സിലാക്കാം. ആൻഡ് ഓഡിറ്റേഴ്സ് റെസ്പോൺസ് എപ്പോഴാണ് പെർഫോം ചെയ്യുക? ദിസ് ഇസ് പെർഫോംഡ് ഡ്യൂറിങ് എവിഡൻസ് സ്റ്റേജ്, മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് നമ്മുടെ ഓഡിറ്റേഴ്സ് റെസ്പോൺസും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സും ചിലപ്പോൾ എന്താണ് സെയിം ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഓഡിറ്റേഴ്സ് റെസ്പോൺസും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സും സെയിം ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. സോ ആക്ച്വലി ഇതിന്റെ കണക്ഷൻ മനസ്സിലാക്കുക. ഓഡിറ്റേഴ്സ് റെസ്പോൺസ് ആയിക്കോട്ടെ, പ്രൊസീജിയേഴ്സ് ആയിക്കോട്ടെ, ഇത് രണ്ടും ഏത് സ്റ്റേജിലാണ് പെർഫോം ചെയ്യുക? എവിഡൻസ് സ്റ്റേജിലാണ്. അതുകൊണ്ടാണ് അതിന് സിമിലാരിറ്റി ഉള്ളത്. സോ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓഡിറ്റേഴ്സ് റെസ്പോൺസും പ്രൊസീജിയേഴ്സും ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ എഴുതുക. ഓഡിറ്റേഴ്സ് റെസ്പോൺസ് നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതാറില്ല, അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. സോ മോർ ഓവർ ഓഡിറ്റേഴ്സ് റെസ്പോൺസും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സും സെയിം ആണ്. ബിക്കോസ് രണ്ടും സെയിം സ്റ്റേജിലാണ് പെർഫോം ചെയ്യുന്നത്. ഒബ്ജക്റ്റീവും ഏകദേശം സെയിം ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. എങ്ങനെയാണ് നമുക്ക് ഓഡിറ്റ് റിസ്ക്കും റെസ്പോൺസും നമുക്ക് എഴുതാൻ പറ്റുക എന്ന് നോക്കാം. സോ നിങ്ങളൊരു സിനാരിയോ വായിക്കുമ്പോൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഒരു പോസിബിൾ മിസ്റ്റേക്ക്മെന്റ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ വായിക്കുമ്പോൾ ഒരു പോസിബിൾ മിസ്റ്റേക്ക്മെന്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? സിംപ്ലി നമുക്ക് എന്ത് പറയാം? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാതിരിക്കുക. അതാണ് മിസ്റ്റേക്ക്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോസിബിൾ മിസ്റ്റേക്ക്മെന്റ് ഉണ്ടാവുക. അപ്പോൾ പോസിബിൾ മിസ്റ്റേക്ക്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം? ഓഡിറ്റ് റിസ്ക് ആയിട്ട് പറയാം. പ്ലീസ് ലിസൺ, പോസിബിൾ ആണ് കേട്ടോ. ഇൻ ദ സെൻസ് ഷുവർ ആവണമെന്നില്ല, ഒരു സാധ്യത ഉണ്ടായാൽ മതി. മിസ്റ്റേക്ക്മെന്റ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു മിസ്റ്റേക്ക്മെന്റ് ആയിട്ട് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഡിറ്റക്ഷൻ റിസ്ക്. ഓഡിറ്റർ എന്ത് ചെയ്യുന്നുണ്ടാവില്ല? മിസ്റ്റേക്ക്മെന്റ്സ് ഡിറ്റക്ട് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ. ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓഡിറ്റ് റിസ്ക് ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇത് നിങ്ങളുടെ മൈൻഡിൽ വേണം. Then what about auditors response? നമ്മൾ ഓഡിറ്റേഴ്സ് റെസ്പോൺസ് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആലോചിക്കുന്നുണ്ട് നിങ്ങൾ? ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നമ്മൾ റെയർ കോപ്പി എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, ഈ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഓഡിറ്റേഴ്സ് റെസ്പോൺസ് ആയിട്ട് എഴുതേണ്ടത്. എപ്പോ? അത് മിസ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ. മിസ്റ്റേറ്റ്മെന്റ് ഇൻ സെൻസ് RMM. നിങ്ങൾ RMM പറ്റിയിട്ടാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓഡിറ്റ് പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടാണ് പറയേണ്ടത്. വാട്ട് ആർ ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്? ഇതൊക്കെയാണ് നമുക്ക് വരുന്ന ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ഉണ്ടോ? ഓക്കെ. ദെൻ ഡിറ്റക്ഷൻ റിസ്ക് ആണെങ്കിൽ നമ്മൾ ഓഡിറ്റേഴ്സ് റെസ്പോൺസ് ആയിട്ട് എന്താ പറയേണ്ടത്? എങ്ങനെയാണ് ആ ഒരു ഡിറ്റക്ഷൻ റിസ്കിന്റെ ആ റിസ്ക് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ ന്യൂ ക്ലയന്റ് ഉണ്ടെങ്കിൽ, നമ്മൾ ന്യൂ ക്ലയന്റ് ആണെങ്കിൽ ഡിറ്റക്ഷൻ റിസ്ക് കൂടും. ബിക്കോസ് നമ്മൾ എന്തായിരിക്കില്ല, ആ ക്ലയൻസിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ പോളിസീസുമായിട്ട് ഫെമിലിയർ ആയിരിക്കില്ല. അതുകൊണ്ട് ഡിറ്റക്ഷൻ റിസ്ക് കൂടാൻ സാധ്യതയുണ്ട്. ആൻഡ് നമ്മൾ ഓഡിറ്റേഴ്സ് റെസ്പോൺസ് ആയിട്ട് എന്താ ചെയ്ത് വെക്കുക? എന്ത് ചെയ്യുക? ടൈം അലൊക്കേറ്റ് ചെയ്യുക, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യുക? ടീമിലെടുക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ റെസ്പോൺസ്. സോ ബേസിക്കലി സൊല്യൂഷൻ ആണല്ലോ. നമ്മൾ ആ ഒരു റിസ്ക് എന്താണോ അതിന് സൊല്യൂഷൻ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഓഡിറ്റേഴ്സ് റെസ്പോൺസ് പറയേണ്ടത്. എപ്പോ? ഡിറ്റക്ഷൻ റിസ്ക് ആണെങ്കിൽ. അതേസമയത്ത് ഒരു RMM ആണെങ്കിൽ യു ഹാവ് ടു ടോക്ക് അബൌട്ട് ഓഡിറ്റേഴ്സ് റെസ്പോൺസ്. ഓഡിറ്റേഴ്സ് റെസ്പോൺസ് ആയിരിക്കും എന്ത്? ഓഡിറ്റേഴ്സ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഓഡിറ്റേഴ്സ് റെസ്പോൺസ് ആയിട്ട് പറയേണ്ടത്. ക്ലിയർ? ഓക്കെ. ആൻഡ് ഓഡിറ്റ് റിസ്ക് എന്ന് വെച്ചാൽ ബേസിക്കലി ഇറ്റ്സ് എ റിസ്ക് ആണ്. എന്ന് വെച്ചാൽ മിസ്റ്റേറ്റ്മെന്റ് വരാനുള്ള ഒരു സാധ്യത, ഒരു പോസിബിലിറ്റിയാണ് റിസ്ക്, ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഓഡിറ്റേഴ്സ് റെസ്പോൺസ്? ഓഡിറ്റേഴ്സ് റെസ്പോൺസ് വെച്ചാൽ എത്രയേ ഉള്ളൂ?
ഈ ഒരു റിസ്ക് ഉണ്ടല്ലോ, നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സംശയത്തിന്റെ പുറത്ത് കാര്യങ്ങൾ പറയാൻ പറ്റുമോ? സംശയത്തിന്റെ പുറത്ത് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമോ? ഒരാളെ നമുക്ക് സംശയമുണ്ട്, അതിന്റെ ആ ഒരു സംശയത്തിന്റെ പുറത്ത് നമുക്ക് ഒരാളെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ സംശയം ഒന്ന് തെളിയിക്കണ്ടേ? നമുക്കുള്ള ആ സംശയം എന്ത് ചെയ്യണം? നമ്മളൊന്ന് തെളിയിക്കണം. സോ നമുക്ക് ഓഡിറ്റർക്കുള്ള ആ ഒരു സംശയം എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ തെളിയിക്കാൻ പോവാണ്. ദാറ്റ് ഇസ് ബേസിക്കലി ഓഡിറ്റേഴ്സ് റെസ്പോൺസ്. അപ്പോൾ ഓഡിറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആണ്. FS വരാൻ സാധ്യതയുള്ള മിസ്റ്റേറ്റ്മെന്റ്സ് ആണ് ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഓഡിറ്റേഴ്സ് റെസ്പോൺസ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംശയിക്കുന്ന പോലെ അവിടെ മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ചെക്ക് ചെയ്യാണ്, വെരിഫൈ ചെയ്യാണ്. അപ്പൊ അതിന് നമ്മൾ ചിലപ്പോൾ FS എടുത്ത് നോക്കേണ്ടി വരും, ചിലപ്പോൾ ഡോക്യുമെന്റ്സ് നോക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനത്തെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കൺഫേം ചെയ്യാൻ പറ്റുക? അവിടെ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ എന്ന് എന്ത് ചെയ്യാൻ പറ്റുക? കൺഫേം ചെയ്യാൻ പറ്റുക. ഇതിന് നമ്മൾ ഓഡിറ്റേഴ്സ് കൺഫർമേഷൻ എന്നൂടെ പറയാറുണ്ട്. ഓക്കെ, ആൻഡ് മാർക്സ് നോക്കുക. ഓഡിറ്റ് റിസ്കിന് 1 മാർക്കാണ്. നമുക്ക് ഓഡിറ്റ് റിസ്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ 1 മാർക്കാണ് കിട്ടുക. ബേസിക്കലി ഐഡന്റിഫിക്കേഷൻ 1/2 മാർക്കാണ്, എക്സ്പ്ലനേഷൻ 1/2 മാർക്കാണ്. എക്സ്പ്ലനേഷൻ 1/2 മാർക്ക് കിട്ടാൻ എന്ത് ചെയ്യണം? അവിടെ എന്താണ് ഇഫ് പോസിബിൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ കറക്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയാം. ഇപ്പൊ സപ്പോസ് ക്ലയന്റ് എന്തെങ്കിലും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സിൽ എന്തെങ്കിലും തെറ്റൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയാം. ആൻഡ് എന്ത് ചെയ്യാം? RMM ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് RMM ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? അണ്ടർ സ്റ്റേറ്റ്മെന്റ് ആണോ, ഓവർ സ്റ്റേറ്റ്മെന്റ് ആണോ, മിസ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് പറയണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇഫ് ഇറ്റ് ഇസ് RMM നമ്മൾ എന്ത് സംസാരിക്കണം? ഏത് അസേർഷനെയാണ് ഇഫക്ട് ചെയ്തതെന്ന് പറയണം. ഏത് അസേർഷനെയാണ് ഇഫക്ട് ചെയ്തതെന്ന് പറയണം. ബേസിക്കലി ഇൻകറക്റ്റ് വാലുവേഷൻ ആണോ, അല്ലെങ്കിൽ പ്രസന്റേഷൻ ആണോ, അല്ലെങ്കിൽ കട്ട് ഓഫ് എറേഴ്സ് ആണോ, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എറേഴ്സ് ആണോ, എന്താണ് അവിടുത്തെ എറർ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതാണ് ബേസിക്കലി എക്സ്പ്ലനേഷനിൽ പറയേണ്ടത്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം. എന്ത്? അണ്ടർ സ്റ്റേറ്റ്മെന്റ് ആണോ അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പറയണം. ഓക്കെ. അതേ സമയത്ത് ഡിറ്റക്ഷൻ റിസ്ക് ആണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ദർ ഇസ് എൻ ഇൻക്രീസ്ഡ് ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറഞ്ഞാൽ മതി. ദർ ഇസ് എൻ ഇൻക്രീസ്ഡ് ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചോ. നമ്മുടെ റിസ്ക് ഒരു RMM ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഡിറ്റക്ഷൻ റിസ്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ ഡിറ്റക്ഷൻ റിസ്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് ദർ ഇസ് എൻ ഇൻക്രീസ്ഡ് ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ കൂടുതൽ RMM ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഡിറ്റക്ഷൻ റിസ്ക് വളരെ കുറവായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതുപോലെ ഓഡിറ്റേഴ്സ് റെസ്പോൺസ് എഴുതുമ്പോൾ നമുക്ക് 1 മാർക്കാണ് കിട്ടുക, മാക്സിമം 1 മാർക്ക്. അത് ചിലപ്പോൾ 0 മാർക്ക് ആയിരിക്കാം, 1/2 മാർക്ക് ആയിരിക്കാം, 1 മാർക്ക് ആയിരിക്കാം. ക്ലിയർ? ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒന്ന് ചാറ്റ് ബോക്സ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചേ പെട്ടെന്ന്. എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ആണോ? ഓക്കെ,
ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം.